എടാ മേയറിന്റെ വീട്ടില് ഇടക്കിടക്ക് ഓർഡർ വരാറുണ്ട്. ചിലപ്പോ പോയേണ്ടി വരും. പേടിക്കല്ലേ, മാസ്ക് ഒക്കെ ഇട്ട് വേണം പോകാനെന്ന്. ഭരണം മാറിയാലേ വല്ലതൊക്കെ നടക്കൂ. ഭരണം മാറണം, ഭരണം മാറാതെ ഒരു കാര്യം നടക്കില്ല. ഭരണം മാറിയാലാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. എന്നുവെച്ചാൽ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ എന്നെ കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. ഭരണം മാറുമ്പോൾ നല്ല രീതിയിൽ ടാർഗറ്റ് ഉണ്ടാകും. ചെന്ന് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇനിയും പറഞ്ഞ ആംഗ്യം കാണിച്ചെന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ആംഗ്യം അവസാനിച്ചല്ലോ, ആംഗ്യം മാറി ഇനി വേറെ വല്ലതും ചെയ്തെന്നോ വല്ലതും പറയണമെങ്കിൽ ആ ഒരു പേടിയുണ്ട്. നമസ്കാരം, മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, വിവാദമുണ്ടാകുമ്പോൾ അതിൽപ്പെട്ട ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും അവരുടെ ചരിത്രം പരിശോധിക്കുന്നതുമൊക്കെ ഇപ്പോൾ ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ്. പല വിവാദ വിഷയങ്ങളിലും അങ്ങനെ വാർത്തകളിൽ പ്രധാനപ്പെട്ട പേരുകളായി വന്ന പലരുടെയും അവസ്ഥ ഇന്നെന്താണ് എന്ന് ആരും ആലോചിച്ച് ചെല്ലാറില്ല എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിലെ ഒരാളാണ് KSRTC ഡ്രൈവറായ യദു. മുൻ മേയറായിരുന്ന CPMന്റെ ഏറ്റവും വലിയ അഭിമാനമായിരുന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ മേയർ എന്ന അധികാരത്തിന്റെ ധാർഷ്ട്യം കൊണ്ടുണ്ടായ ഒരു വലിയ റോഡിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ വഴക്ക്. ആ വഴക്കിന്റെ ഏറ്റവും വലിയ ഇരയായിരുന്നു KSRTC ഡ്രൈവറായ യദു. മേയർക്കും കൂട്ടർക്കും യാത്ര പോകാൻ വഴി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്തിരുന്ന, സർക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന KSRTC ഡ്രൈവർക്ക് നേരെ കുതിര കയറുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലായി. സംഭവം നടന്നിട്ട് 2.5 വർഷമാകാൻ പോകുന്നു. ഇപ്പോൾ മേയർ കസേരയിൽ നിന്ന് അധികാരം ഒഴിവായി ഇപ്പോൾ സ്വന്തമായിട്ട് ജീവിതവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു, പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു, ഹാപ്പിയാണ്. പക്ഷെ അതേ സമയത്ത് മേയറിന്റെ അധികാരം ഉപയോഗിച്ച് കാണിച്ച ധാർഷ്ട്യത്തിന്റെ പേരിൽ ഇന്നും വേദന തിന്നുന്ന ഒരു മനുഷ്യനാണ് ഡ്രൈവർ യദു. ഇപ്പോൾ പുറത്ത് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള ഉപജീവന മാർഗങ്ങളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലരും തടസ്സപ്പെടുത്തുന്നു എന്നുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഇപ്പോഴത്തെ യദു ആ കാവിക്കുപ്പായം ഊരിയതിന് ശേഷം മറ്റൊരു യൂണിഫോം ഇട്ടിരിക്കുകയാണ്. പുതിയ ജീവിതത്തെക്കുറിച്ച് യദു മലയാളി വാർത്തയോട് വ്യക്തമാക്കുന്നത് ഇങ്ങനെ: യദു എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്, തീരുമാനം? അതായത് നമ്മൾ അവസാനം കണ്ടപ്പോൾ പോലും ജോലിയില്ല, KSRTCയിലേക്ക് തിരിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഇപ്പോ ജോലിയെ മാറാൻ തീരുമാനിക്കുന്നതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? കേസൊക്കെ വിട്ടോ? കണ്ട സമയത്ത് KSRTC ഡ്രൈവറായിട്ട് അതിൽ നിന്ന് പറഞ്ഞു വിട്ട സമയമായിരുന്നു. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് കണ്ട സമയത്ത് പ്രൈവറ്റ് ബസ്സിൽ ഓടിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ സ്വിഗ്ഗിയാണ് ഓടുന്നത്. എന്നുവെച്ചാൽ പ്രൈവറ്റ് ബസ് 2-3 തവണ ഓടിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ വാർത്ത കൊടുത്തതാണ്. വണ്ടിയെ ടാർഗറ്റ് ചെയ്ത് വണ്ടിയെ വെഹിക്കിളിനെ കൊണ്ട് പിടിപ്പിക്കുകയും 2-3 പ്രാവശ്യം ഒരു വണ്ടിയെ മുതലാളി തന്നെ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാകുമ്പോൾ ടാർഗറ്റ് ചെയ്ത് അതിൽ തന്നെ വരുമ്പോഴത്തേക്കും മുതലാളി എന്ത് ചെയ്യും? നമുക്ക് തരില്ല. എന്ന് വെച്ചാൽ അവരെ സേഫ്റ്റിയിലേ നോക്കൂ. അപ്പൊ അങ്ങനെ തരാതെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ചു നോക്കിയപ്പോ സ്വിഗ്ഗി ആകുമ്പോഴത്തേക്ക് നമ്മളെ തന്നെ ഓണം, നമ്മളെ തന്നെ രാജാവ്. നമുക്ക് എപ്പോ വേണം തുടങ്ങാം, എപ്പോ വേണം അവസാനിപ്പിക്കാം. പൈസ നമുക്ക് ടാർഗറ്റ് ആകുമ്പോൾ അവസാനിപ്പിക്കാം. ഇന്ന ടൈം ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇന്ന ടൈം മുതൽ ഇന്ന ടൈം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ചെയ്യാം. പിന്നെ അതുമല്ലാതെ കുഞ്ഞിനെ സ്കൂളിൽ വിളിച്ചു കൊണ്ടാക്കാനൊക്കെ ടൈം കിട്ടും. പിന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഈ ബസ്സിലായിരുന്നു അതൊന്നും നടക്കൂല. പിന്നെ ഇതാകുമ്പോഴത്തേക്കും ആരെയും പേടിക്കേണ്ട കാര്യമില്ല, വേറെ ഒന്നും പേടിക്കണ്ട. ബസ്സിലാകുമ്പോ ബസ്സിൽ നിന്ന് ആളെ വിഴുന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബസ് പോണ വഴിക്ക് വല്ല തട്ട് പറ്റിയാലോ നീ നാളെ വാർത്തയാവും. നിങ്ങളൊക്കെ കൂടി നിങ്ങളൊക്കെ മൊത്തത്തില് ചാനലുകാരെല്ലാവരും കൊണ്ടൊന്നും വാർത്ത കൊടുക്കും, ഇത് ആ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും. അപ്പൊ അതൊക്കെ അപേക്ഷിച്ച് ഇത് സമാധാന സ്വസ്ഥമുണ്ട്, എല്ലാ കാര്യങ്ങളും നടന്നു പോകും നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഇത് സ്വിഗ്ഗിയുടെ ഇത് മാത്രമല്ല, സ്വിഗ്ഗിയുടെ തന്നെ ഇൻസ്റ്റാ മാർട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഓടണം. ഫുഡ് മാത്രം ഓടിയിട്ട് കാര്യമില്ല, ഇൻസ്റ്റാ മാത്രം കൂടെ ഓടിയാല് പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. എല്ലാ ജോലിക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പറ്റില്ല. ജോലി ചെയ്യാതെ നമുക്ക് ജീവിക്കാനുള്ള വഴി ആരും തന്നിട്ടുമില്ല, ജോലി ചെയ്ത് ജീവിക്കാനും പറ്റുമോ? അപ്പൊ ഇതാകുമ്പോ കുഴപ്പമില്ല, സ്വസ്ഥമുണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് മറ്റേ ആ ഭാഗത്ത് മുടവമ്മൂൾ ഭാഗത്താണ് ഇൻസ്റ്റാ മാർട്ടിന്റെ ഇത് വരുന്നത്. അപ്പൊ പഴയ മേയറിന്റെ വീട്ടിന്റെ അടുത്ത് വരെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾ എന്നെ അറിയാന്നുള്ള പയ്യന്മാര്, കൂടെ ജോലി ചെയ്യുന്ന പയ്യന്മാര് പറയുന്നു, എടാ മേയറിന്റെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ വരാറുണ്ട്, ചിലപ്പോ പോയേണ്ടി വരും, പേടിക്കല്ലേ, മാസ്ക് ഒക്കെ ഇട്ട് വേണം പോകാനെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല, നമ്മുടെ ജോലിയല്ലേ, ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കേസുണ്ട്, പറയാൻ പറ്റൂല. ചെന്ന് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇനിയും പറഞ്ഞ ആംഗ്യം കാണിച്ചെന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ആംഗ്യം അവസാനിച്ചെന്നോ, ആംഗ്യം മാറി ഇനി വേറെ വല്ലതും ചെയ്തെന്നോ വല്ലതും പറയണമെങ്കിൽ ആ ഒരു പേടിയുണ്ട്. അത് വേറെ ഒന്നും. ഈ ജോലി സുഖവും സ്വസ്ഥതയുണ്ട്.
സമാധാനം. ഈ കേസ് എങ്ങനെയാണ്? കേസിന്റെ കാര്യങ്ങൾ കേസ് നടപടിയൊക്കെ മുന്നോട്ട് 21-ാം പോകുന്നുണ്ടോ? തീയതി 1-ാം തീയതി. കഴിഞ്ഞ ദിവസം മാറ്റി വെച്ചത് എന്തിനാണ്? കഴിഞ്ഞ വർഷം മാറ്റി വെച്ചതല്ല, അത് അവർക്ക് കേസ് പഠിക്കാനുള്ള നോട്ടീസ് കൈ കിട്ടണ്ടേ. അതായത് നമ്മൾ അന്ന് നോട്ടീസ് കൊടുക്കേണ്ട ഡേറ്റില് കൊടുത്ത് പോലീസ് നോട്ടീസ് ഇവർക്ക് കൊടുത്ത് ഇവർ കൈപ്പറ്റി അതിനുള്ള ടൈം പീരീഡാണ് നോട്ടീസ് കൊടുക്കാനുള്ള ടൈം. 6 പേർക്ക് 6 പ്രതി നോട്ടീസ് കൊടുക്കുക. ആ നോട്ടീസ് കൊടുത്തിട്ട് അവരിനി വരണം, 21-ാം തീയതി വരണം. വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. ഇപ്പൊ ഒരു പുതിയൊരു ജോലിയിലേക്ക് കടന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നപ്പോ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഒരുപാട് പോരാടി നീതി കിട്ടൂല എന്ന് തോന്നിയപ്പോ സ്വാഭാവികമായിട്ടും അവനവന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ളൊരു കാര്യം. നമ്മളിപ്പോ ഒരു പാർട്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ ഞാനും ഇപ്പോഴിരിക്കുന്ന വി രാജേഷനും അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ വാർത്തകൾ ഇറങ്ങിയ വി രാജേഷിന്റെ ഡ്രൈവറായി BJP ജോലി കൊടുത്തു, ഏത് BJP കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നു. പക്ഷെ ഞാനേ ഇപ്പൊ ഒരു പാർട്ടിയിലും നിലവിലില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലും നിലവിലില്ല. ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി SFI സംഘടനയിലുണ്ടായിരുന്നു, കോളേജ് ജീവിത രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള ചെറിയ പിന്നെ വണ്ടി ഓടാൻ നേരത്തെ CIT യൂണിയനിലാണ് ഉണ്ടായിരുന്നത്. ആ കാർഡാണ് പലപ്പോഴും ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ ഞാൻ BMS-ലോ അങ്ങനെ ഒരു സംഘടനയും ചേർന്നിട്ടില്ല. പിന്നെ നമുക്കൊരു ജീവിതത്തില് പാർട്ടിയിൽ ഏത് പാർട്ടിക്കാരാണോ നമുക്ക് ജോലി ചെയ്യുന്നത് ആ സംഘടനയിൽ ചേരും. എന്ന് വെച്ചാൽ ഇവരെ പോലെയുള്ള ആൾക്കാർ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സംഘടനയിൽ ഇല്ലെങ്കിൽ ഇവര് ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും വർഷമായില്ലേ, 2.5 വർഷമാവാൻ പോവുകയാണ്. വർഷങ്ങൾ ഇതാ പോകുന്നു, അല്ല പോകുന്നു, 2.5 വർഷം ആവുകയാണ്. ഒരു കേസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോലീസുകാർക്ക് മെമ്മറി കാർഡ് എവിടെ പോയെന്ന് കാണാനില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് കാര്യം. അതായത് നമ്മുടെ അവസ്ഥ അതാണ്. നമ്മൾ വലിയ പണക്കാരനോ അല്ലെങ്കിൽ സാമ്പത്തികമുള്ളവനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലമോ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം പോകില്ലായിരുന്നു. പെട്ടെന്ന് ഈ കേസിന് ഒരു തീരുമാനമായ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും സാധാരണ ജനങ്ങൾ സപ്പോർട്ടാണ്. എന്നെ പോലെയുള്ള പാവപ്പെട്ടവര് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ടും ചെയ്യാൻ പറ്റില്ല, അല്ലാതെയും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഈ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പക്ഷെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനും അവര് ചെയ്യുന്നില്ല. എന്താ പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ പ്രൈവറ്റ് ബസ്സിൽ ഓടിക്കുമ്പോൾ പോലും ടാർഗറ്റ് ചെയ്തിട്ട് ഉദ്യോഗസ്ഥര് പോലും വഴി തടഞ്ഞു വെക്കുന്നതും. അത് ഉദ്യോഗസ്ഥര് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവര് പറയുന്ന അവരെ ജോലി. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭരണം മാറിയാലേ വല്ലതൊക്കെ നടക്കൂ. ഭരണം മാറണം, ഭരണം മാറാതെ ഒരു കാര്യം നടക്കില്ല. ഭരണം മാറിയാലാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. എന്നുവെച്ചാൽ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ എന്നെ കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. ഭരണം മാറുമ്പോൾ നല്ല രീതിയിൽ ടാർഗറ്റ് ഉണ്ടാകും. തോന്നുന്നുണ്ടോ മുന്നോട്ടേക്ക് ഇനി മൂന്നാമൊരു പിണറായി സർക്കാർ വരുമെന്ന്? അത് എനിക്ക് അറിഞ്ഞൂടാ, ജനങ്ങളെ കയ്യിലല്ലേ. അല്ല, എന്നാലും ഇപ്പോഴത്തെ വിലയിരുത്തലൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ചെയ്തു പണ്ടത്തേരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഒരുപാട് പൊളിറ്റിക്കൽ പരമായിട്ട് സംസാരിക്കുന്നത് കാണാം. അങ്ങനെയൊക്കെ നോക്കുമ്പോ രാഷ്ട്രീയപരമായിട്ട് നോക്കുന്നെങ്കിൽ ഇപ്പൊ പാടാണ്. പല ആൾക്കാരും DFA എന്തോ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ആളുകളൊക്കെ ഇപ്പൊ BJP-യിൽ പോയിരിക്കുന്നു. 2020 വന്നിട്ടുണ്ട് BJP-യിൽ. പല ആൾക്കാരും മാറുന്നുണ്ട്. എനിക്ക് ആരാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ആ പാർട്ടിയിൽ ചേർന്നത്. അതിപ്പോ നമുക്ക് കോൺഗ്രസ് എന്നോ BJP എന്നോ അങ്ങനെയല്ല. എന്തായാലും ഞാൻ എന്റെ പാർട്ടിയിലോട്ട് തിരിച്ചു പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ അത്രയ്ക്കും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെ ഏരിയയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും കോളേജിലായാലും കാര്യങ്ങളായാലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. ടിയർ ഗ്യാസ് വന്ന് ഫ്രണ്ട് വീഴുന്നിട്ടുണ്ട്. ഒത്തിരി ഗ്യാസുകളുണ്ട് കോളേജിൽ പഠിക്കുന്ന വേണ്ടി. ഒത്തിരി അടി കൊണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞിട്ടുണ്ട് പോലീസിൽ. പണ്ടത്തെ കാര്യം അതിനൊക്കെ കുറേയൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്ത് അടി കിട്ടുകയും ചെയ്ത് നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. അവസാനം ആരും ഇല്ലാത്ത അവസ്ഥ. ഇപ്പോഴേ തന്നെ പറഞ്ഞില്ലേ, ഞാൻ BJP-കാരനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ BJP-കാരനാവും, തീവ്രവാദിയാവും. നമ്മളെ ശബ്ദം ഉയർത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള വലിയ ആൾക്കാരൊക്കെ മാത്രം, അല്ലെങ്കിൽ പദവിയോ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമോ ഉണ്ടെങ്കിൽ നമുക്ക് എതിർക്കാം അവരെ എടുത്തേക്കാൻ. അല്ലാതെ പൈസ ഇല്ലാത്തവൻ മിണ്ടരുത്, ഊമയായിക്കൊള്ളണം, ഓട്ടിടാൻ മാത്രം അവന്റെ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നാലും കോർപ്പറേഷൻ ഇലക്ഷനിൽ മാറിക്കാണും. ജനങ്ങളില്ല, പഴയതുപോലെയല്ല. ഇപ്പൊ മീഡിയാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല കളികളും ഏത് പാർട്ടിക്കാരായാലും കളികളും പറ്റില്ല. ഒന്നാമത് പിന്നെ ജോലി തരാന്ന് പറഞ്ഞ എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഈ മേയർ എന്ന് പറയുന്ന ആളും പറഞ്ഞിട്ടില്ല ജോലി ഞാൻ പേപ്പർ കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ വേക്കൻസി ഇല്ല, വേക്കൻസി ഉണ്ടെങ്കിൽ ശ്രമിക്കാം എന്ന് മാത്രമേ പറഞ്ഞു.
മേയർ വി വി രാജേഷ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് ഉറപ്പ് തന്നിട്ടോ അങ്ങനെ ഒന്നുമില്ല. നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഇടയിൽ ഒരുപാട് അടിയൊഴുക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോ മേയറിനെ ഒന്ന് നേരിട്ട് കാണുവാണെങ്കിൽ എന്തായിരിക്കും ആദ്യം ചോദിക്കുക? മുൻ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രനെ കാണുകയാണെന്ന് വിചാരിക്കും, യദുവിന്റെ മുന്നിൽ കാണുവാണ്. അപ്പൊ യദു എന്താണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്? അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇല്ല ഒന്നും ചോദിക്കാൻ പോകില്ല. ചോദിക്കാതെ പറയാതെ ഇങ്ങനെ കേൾക്കേണ്ടി വന്നു. ഇനി ചോദിച്ചിട്ട് വേണം അവൻ വേറെ വല്ല ചോദിച്ചത്. ചുമ്മാ എന്തിനാണ് നമ്മള് വഴി കൂടെ പോണവരെ ഏണിയിട്ട് വാങ്ങിക്കണം എന്നിട്ടാണ്. ഇപ്പൊ സ്ത്രീപക്ഷമൊന്നും അല്ലേ പറഞ്ഞത്? സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ അങ്ങനത്തെ അവസ്ഥയാണല്ലോ. ഒരാളെ കൊന്നില്ലേ, ഒരു സ്ത്രീ കാരണം ഒരാൾ മരിച്ചില്ലേ ആണ് പറഞ്ഞത്. നമ്മൾ പറയുന്ന ആരും കേൾക്കൂല. സ്ത്രീപക്ഷം എന്ന് പറയുമ്പോ കുറെയൊക്കെ നീതി കിട്ടേണ്ട സ്ത്രീകളുണ്ട്. അതല്ലാതെ ഈ അർഹതയില്ലാത്ത ആൾക്കാർ ഉടനെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ ആംഗ്യം കാണിച്ച് എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള പുരുഷന്മാരെ സത്യം പറഞ്ഞാൽ തുല്യതയാണ് വേണ്ടത്. അല്ലാതെ സ്ത്രീയെ ഉയർത്തിയും പുരുഷനെ താഴ്ത്തിയല്ല. തുല്യത വേണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇവര് പറയും പോലെ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും തുല്യതയോടെ ആ പുരുഷനും സ്ത്രീ എന്ന വർഗ വ്യത്യാസം ഇല്ലാതെ ഒരേപോലെ എല്ലായിടത്തും ഇല്ലേ. ഡ്രൈവർമാര് സ്ത്രീകളില്ലേ, പൈലറ്റ് സ്ത്രീകളില്ലേ, അതേപോലെ സ്ത്രീകൾക്ക് തുല്യത വേണം. ആണുങ്ങളെ പോലെ പിന്നെ ചിലവര് പറയുന്ന ആണുങ്ങളെ പോലെ രാത്രി ഇറങ്ങി നടക്കണമെന്നൊക്കെ. അത് ഇവിടുത്തെ കേരളത്തിലൊക്കെ ഇവിടുത്തെ ആൾക്കാരറിയാലോ. ഇവിടെ കുഴപ്പമാണ്. ബാംഗ്ലൂരൊക്കെ കുഴപ്പമില്ല. ഇവിടെ ഒരു പരിധി കഴിഞ്ഞാൽ ഇവിടെ തകരപ്പറമ്പിൽ കൂടെ ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ മറ്റേ രാജസ്ഥാനിൽ നിന്നും നേപ്പാളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ നടന്നു പോകണം. പക്ഷെ മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ നൈറ്റ് ഓട്ടവും കൂടെ ആയതുകൊണ്ട് നൈറ്റ് ഓട്ടവും കൂടുതൽ നൈറ്റ് ഓട്ടമാണ് ഓടും. ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഇവിടെ അങ്ങനെ സ്ത്രീകൾ അധികം നമുക്ക് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാരായാലും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറഞ്ഞൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അല്ലാതെ സ്ത്രീകളൊന്നും കണ്ടിട്ടില്ല. തുല്യത എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ, മേയറിന്റെ കേസ് പറഞ്ഞില്ലേ, കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ പഴയ മുൻ മേയർ ആയിരുന്നു എന്നുള്ള ഒരു ഇതല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വല്ല ഹെൽപ്പ് ചെയ്ത ഒരാളാണെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മളെ ജോലി നശിപ്പിച്ച ആളാണ്. അയാളെ മുഖത്ത് പോലും നോക്കരുത്, കൺവെട്ടത്ത് പോലും നോക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ്. അത്രയ്ക്കും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമില്ല. പാവപ്പെട്ട ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. പാവപ്പെട്ട തീരെ വാടകയ്ക്ക് കിടന്ന നമ്മളെ പോലെയുള്ള ഇപ്പൊ പാവപ്പെട്ടവരുടെ വേദന മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ കാണുമ്പോ എന്ത് ചോദിക്കണമെന്നാണ്. ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അവരുടെ അടുത്തൊന്നും ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മളെപ്പോലെ താഴെ ലെവലിൽ എത്തുമ്പോൾ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതിപ്പോ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്തായാലും നമ്മളെ കർമ്മം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് തിരിച്ചു. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റില്ലെന്നുള്ള 101% എനിക്ക് ഉറപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യണമല്ല, ന്യായമായിട്ട് പറയാം. അവരത് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരത് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, അവരെ കുറിച്ച് ഒരു ചാനലിൽ പോലും നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരെ കൂടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും, എല്ലാവരും പറയണമെന്ന് ഞാൻ പറയില്ല, കുറച്ച് ആൾക്കാരും എന്നെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അത് നോക്കിയും കണ്ടും അല്ലെങ്കിൽ തിരക്കിയിട്ടും വേണം പറയാം. ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ പറയണതായിട്ട് എന്റെ നാട്ടിലുള്ള ആൾക്കാർ പലതും പറയണമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ വെറുപ്പുള്ള ആൾക്കാർ എന്നെ കുറിച്ച് നെഗറ്റീവ് പറയും. അല്ലെങ്കിൽ ഞാനുമായിട്ട് എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വെറുപ്പുള്ള ആൾക്കാർ പറയും. അതൊക്കെ കേട്ടിട്ട് എന്നെ അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ നേരിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കണം. അല്ലാതെ എന്നെ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താതെ പല ആൾക്കാരും എന്നെ നേരിട്ട് അറിഞ്ഞിടാത്ത ആൾക്കാരാണ് എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മുൻമേയറായിട്ടിരുന്ന ഒരു വ്യക്തിയെ അങ്ങനെ എനിക്ക് കണ്ടാലും എനിക്ക് ചോദിക്കാനും ഇല്ല, അവരെ താല്പര്യമില്ല, നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ നമ്മളെ ഓരോ ഓട്ടം കൊടുത്ത് നമ്മളെ ജയിപ്പിച്ചിട്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാൻ തന്നെ വോട്ടിടുന്ന കാര്യങ്ങൾ. വോട്ടിട്ട് കഴിഞ്ഞാൽ അവര് രാജാവും നമ്മള് പ്രജയുമാണ്. അതുവരെ നമ്മള് രാജാവാണോ? ഇലക്ഷൻ സമയത്ത് നമ്മളാണ് രാജാവ്, പാത്രം കഴുകണ ഇതിലൊക്കെ പറയണം. അപ്പൊ അതുവരെ നമ്മുടെ രാജാവും വോട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രജകളും ആവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടുപോയത്. പുതിയ യൂണിഫോം വീട്ടിലുള്ളവരുടെ പ്രതികരണം നോക്കിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് ജീവിക്കണമെങ്കിൽ വീട്ടിലുള്ളവർ പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്റെ കുഞ്ഞിന്റെ വയറ്റില് എന്തൊരു കാറ്റടിച്ചു കൊടുക്കുവോ? അവരെന്താ പറയുന്നത്? അവരൊന്നും ജോലി ചെയ്യുന്നില്ല, അവരൊന്നും പറയുന്നില്ല. ഏത് ജോലി ആയാലും നമ്മള് ജോലി ചെയ്യാൻ ഒരു ഇത് വേണം. അല്ല നമ്മളെ ജോലിയെ കണ്ടിട്ട് മറ്റേ പുച്ഛത്തോടെ ഒന്നും കാണല്ലോ. നമ്മള് ഈ ഡിഗ്രി പഠിച്ചെന്നും ITA പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഏത് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ആ ഒരു
മനസ്സുണ്ട് എന്ന് വെച്ചാൽ അതാണ് ഞാൻ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി മേയറിന്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോഴത്തെ വി രാജശേഖരന്റെ അടുത്തും പറഞ്ഞതാണ്, ഞാൻ എന്ത് ജോലി വേണം ചെയ്തോളാം, ഒരു ജോലി ഉണ്ടെങ്കിൽ വേക്കൻസി തരാൻ പറഞ്ഞു. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേസ് 21 തീയതി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഈ ഇലക്ഷൻ ഒക്കെ വരണോണ്ടായിരിക്കും, അവർ അതിന്റെ തിരക്കിലായിരിക്കും. നീതി കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ? നമ്മുടെ കോൺഗ്രസ്സുകാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സുകാരുടെ BJP-ക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ടും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരിലും സപ്പോർട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നെ പോലെ BJP എന്ന് പറഞ്ഞു കളയും, അവർക്ക് ശത്രു എന്ന് പറഞ്ഞു കളയും, അതേപോലെയാണ്. അതുകൊണ്ട് പേടിയാണ് പല ആൾക്കാരും. ദേശീയമായിട്ടായാലും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. പിന്നെ അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല, പ്രതികരിച്ച് തന്നെ എന്നെ പോലെ അവർ തെറ്റുകാരാവും, കുറ്റക്കാരാവും, മാറ്റി നിർത്തപ്പെടും. സമൂഹത്തെ വൃത്തികെട്ടവനായിട്ടല്ലേ ചിത്രീകരിക്കുന്നത്, കൈ കാണിക്കുന്ന, ആംഗ്യം കാണിക്കുന്ന, സ്ത്രീകളെ മോശമായിട്ട് പെരുമാറുന്ന വ്യക്തി എന്നല്ലേ പറയും. അതായത് ഒരു വണ്ടി ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ട് ഇവർക്ക് ധൈര്യം ഉണ്ടോയെന്ന് വെല്ലുവിളിച്ച് ഞാൻ ചോദിച്ചു. പോർട്ട് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് ഇത്രയും കാലം 15 വർഷത്തിൽ ഒരു സ്ത്രീ വിഷയം ഇവർക്ക് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു മറുപടി തരാനില്ല.